ആ വാക്കുകൾ കേട്ടാൽ മാതാപിതാക്കളും പെൺകുട്ടികളും സഹോദരിമാരും ലജ്ജിക്കുമെന്ന് കോടതി. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം പലതും പറയും. നമ്മൾ മറ്റുള്ളവരെ തെറി പറയാനല്ല. ഒരു മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ. പരാമർശത്തിൽ യൂട്യൂബർ രൺവീർ അൽഹാദിക്കെതിരെ സുപ്രീം കോടതി വിമർശനം. ആ വാക്കുകൾ കേട്ടാൽ മാതാപിതാക്കളും പെൺകുട്ടികളും സഹോദരിമാരും ലജ്ജിക്കുമെന്ന് കോടതി. ഇത്തരം പ്രസ്താവനകളെ ന്യായീകരിക്കുന്നുണ്ടോ എന്ന് അഭിഭാഷകരോട് കോടതി ചോദിച്ചു. അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ ജിതിൻ തന്നെ നൽകും. ജിതിൻ, എന്താണ് ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എടുത്ത നിലപാട്? ബിഞ്ചു, ഇന്ത്യാസ് ഗോട്ട് ലേറ്റൻ ഷോയിൽ യൂട്യൂബറായ രൺവീർ അലഹബാദിയെ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനമുണ്ടായത്. ജസ്റ്റിസ് സൂര്യകാന്താണ് മിനിറ്റുകളോളം സമയമെടുത്ത് വളരെ രൂക്ഷമായി ഈ അശ്ലീല പരാമർശങ്ങളെ വിമർശിച്ചത്. മുഴുവൻ സമൂഹവും ഈ വാക്കുകൾ കേട്ട് ലജ്ജിക്കുകയാണ്. ആ വാക്കുകൾ കേട്ടാൽ മാതാപിതാക്കളും പെൺകുട്ടികളും സഹോദരിമാരും എല്ലാം തന്നെ ലജ്ജിക്കും. ഇത് അശ്ലീലമല്ലെങ്കിൽ പിന്നെ എന്താണ് എന്ന് അഭിഭാഷകനോട് ജസ്റ്റിസ് ചോദിക്കുകയുമുണ്ടായി. ഇത്തരം പ്രസ്താവനകളെ നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടോ എന്നും അലഹബാദിയുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചു. തന്റെ മാതാപിതാക്കളോട് ഇയാൾ ചെയ്തതോർത്ത് അയാൾ തന്നെ ലജ്ജിക്കണം. ഇത്തരം പെരുമാറ്റം വളരെ അപലപനീയമാണ്. തനിക്ക് ജനപ്രീതി ഉണ്ട് എന്ന് കരുതി സമൂഹത്തെ നിസ്സാരമായി കാണരുത് എന്ന മുന്നറിയിപ്പും കോടതി ഇന്ന് നൽകുകയുണ്ടായി. ഇത്തരം ഭാഷ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും രാജ്യത്തുണ്ടാകുമോ, ഭൂമിയിൽ ഉണ്ടാകുമോ എന്നും കോടതി ചോദിച്ചു. മനസ്സിലെ അഴുക്ക ഛർദ്ദിക്കുന്നതാണ് ഇത്തരം പരാമർശങ്ങൾ എന്നും കോടതി ഇന്ന് വിമർശിക്കുകയുണ്ടായി. ഇന്നത്തെ ഹർജി അത് അലഹബാദിയക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി വിവിധ എഫ്ഐആറുകളുണ്ട്. ആ ഒന്നിലേറെ എഫ്ഐആറുകൾ ഉള്ളത് ചോദ്യം ചെയ്താണ് ഇന്ന് അലഹബാദിയ ഹർജി നൽകിയിരുന്നത്. അറസ്റ്റ് തടയണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹർജിയിൽ നോട്ടീസ് അയക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് തൽക്കാലത്തേക്ക് തടയുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം മറ്റു ഷോകളിൽ പങ്കെടുക്കുന്നത് തൽക്കാലം കോടതി വിലക്കിയിട്ടുമുണ്ട്. പിഞ്ചു, ശരി ജിതിൻ, രൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആകുമ്പം അത്യാവശ്യം പോപ്പുലർ ആയിരിക്കും, ഒരുപാട് ഫോളോവേഴ്സ് വരും. അവരുടെ വാക്കുകൾ കേൾക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ വലിയൊരു സംഭവമാണ് എന്നൊക്കെ നമുക്കൊരു ധാരണ വരും. ഒരു വിഭാഗം ചേർത്ത് എല്ലാവരും ഒരു വിഭാഗം ചേർത്ത് താൻ ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെയുള്ള ആൾക്കാരെ അറിയും, അതുകൊണ്ട് തന്നെ തൊട്ടാ പൊള്ളും എന്നുള്ള ധാരണയൊക്കെ ഉണ്ട്. ആ ഒരു ധാരണയുടെ മുകളിൽ താൻ എന്ത് പറഞ്ഞാലും അത് ഇപ്പം തമാശയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില അംഗീകരിക്കും. ഇച്ചിരി സെക്സ് കണ്ടന്റ് ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ചില കോമഡികൾ അല്ലെ, അങ്ങനെയൊക്കെയുള്ള സാധനം ഇറക്കി കഴിഞ്ഞാൽ നമ്മളല്ലേ ഈ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുമ്പം നമ്മൾ കൂട്ടുകാരോട് പറയുന്ന കാര്യം കൂട്ടുകാരോട്. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പം സഭ്യമായ ഭാഷ ഉപയോഗിക്കുക. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ചിലപ്പം പലതും പറയും. അത് ഫ്രണ്ട്സുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിക്കും. ആ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഒപ്പിയെടുത്ത് ഞാൻ കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞാൽ കാണുമ്പോൾ നിങ്ങൾക്ക് അരോചകമായി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലി ഹർട്ടാവുന്ന രീതിയിലുള്ള കാര്യമാണ്, നിങ്ങൾക്ക് നിയമ നടപടിയിലോട്ട് പോകും. ഇതിപ്പം ഞാൻ ഫ്രണ്ട്സുമായിട്ട് പറയുന്ന കാര്യം അത് അവിടെ അവസാനിപ്പിക്കുക. ഇപ്പം രൺവീർ അലഹബാദിയെ സംബന്ധിച്ച് പുള്ളിക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഓക്കെ, ഇത് പലതവണയായി, ഇതാദ്യമല്ല ഇയാൾ ചെയ്യുന്ന, പലതവണ ഇയാൾ പറയും. അതിനുശേഷം ഇയാൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സോറി പറയും. നമ്മൾ എന്ത് വൃത്തിയോട് കാണിച്ചിട്ടും സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെന്ന് ചില ആളുകൾക്ക് അങ്ങനൊരു ധാരണയുണ്ട്. ഒരു വിഭാഗം ചേർത്ത് ഒരു തവണ ഓക്കെ, 2 തവണയായി, ഇത് സ്ഥിരം ഇത് തന്നെയാണ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്. അവിടെ കൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുമ്പം നമ്മൾ ഒന്നുകൂടെ ഓഡിറ്റ് ചെയ്യണം. നമ്മുടെ ഭാഗത്ത് എന്തെല്ലാം പ്രശ്നം, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയത്ത് ഒന്നുകൂടെ കേൾക്കും. അതിൻ്റെ അകത്ത് എന്തെല്ലാം പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി പ്രശ്നമില്ല എന്ന് തോന്നി ഞാൻ അത് അപ്ലോഡ് ചെയ്യും. അല്ലാതെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, തോന്നുന്ന അസഭ്യ ഭാഷകൾ ഉപയോഗിച്ച് ഇവിടെ വന്ന് വിളമ്പാനുള്ള സ്ഥലമല്ല ഈ സോഷ്യൽ മീഡിയ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അരോചകം ഉണ്ടാക്കി തരിക എന്നുള്ളതല്ല എൻ്റെ ഡ്യൂട്ടി. ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പാലിക്കേണ്ട ചില മര്യാദ. 60% സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ആ ഒരു മര്യാദ പാലിക്കുന്നുണ്ട്. 40% ആൾക്കാരും ഈ തെറി വിളിച്ചും അസഭ്യം പറഞ്ഞും വായി തോന്നുന്ന എല്ലാം പറഞ്ഞും പബ്ലിക്കിൻ്റെ ശ്രദ്ധ അരഗൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർ നോക്കുമ്പം തനിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇയാൾ പ്രസൻറ്റ് ചെയ്യുന്നത് ആ തെറിയിലൂടെയാണ്. അപ്പം ആ കേൾക്കാൻ സമയം അതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ബോക്സിൽ ബാക്കി തെറി അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്ന മറ്റ് വിഭാഗം ജനതയുണ്ട്. ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ തെറി പറയാനല്ല, നമുക്ക് ആശയങ്ങൾ പങ്കുവെക്കാം, അഭിപ്രായങ്ങൾ പറയാം. ഈ രൺവീർ അലഹബാദിയുടെ കേസ് പോലെ ഇനി പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും പറയാം. നമ്മുടെ കേരളത്തിൽ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും രക്ഷപ്പെട്ടു പോകുന്ന മലയാളം ഭാഷയായതുകൊണ്ടാണ്. ഇപ്പോൾ ഈ മലയാളം ഭാഷയുടെ സ്ഥാനത്ത് ഹിന്ദി ആയിരുന്നെങ്കിൽ എല്ലാവരും ഏറെ കയറി ഇതുപോലെ കേസുകൾ എല്ലാ സ്റ്റേറ്റിലും അടിച്ചു കിട്ടുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ മലയാളം അത്ര പോപ്പുലർ ലാംഗ്വേജ് അല്ല, മലയാളികൾക്കിടയിൽ പോപ്പുലർ അല്ല. മലയാളി അറിയാവുന്ന മറ്റ് അന്യഭാഷ സംസാരിക്കുന്നവർക്ക് കേട്ട് കുറച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ചുമൊക്കെ അത്യാവശ്യം അറിയാം. അല്ലാതെ ഒരു ഹിന്ദി പോലൊരു പോപ്പുലർ ലാംഗ്വേജ് അല്ല. ഹിന്ദി, ഇംഗ്ലീഷ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ശ്രദ്ധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് പഠിക്കണം.
നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു യൂട്യൂബും ഒരു മൊബൈൽ ക്യാമറയും ഉണ്ടെങ്കിൽ എന്ത് അസഭ്യവും വിളിച്ചു പറയാവുന്നൊരു പ്ലാറ്റ്ഫോമാണ് എന്ന് ഒരു മിഥ്യാധാരണ പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഉള്ളിലുണ്ട്. അതിനുള്ളൊരു മറുപടിയാണ് ഈ രൺബീർ അലഹബാദിയുടെ ഇഷ്യൂ. സൂക്ഷിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.